ഹൈഡ്രോളിക് ഷട്ടർ തുറക്കുന്ന സമയത്ത് പഴങ്ങളൊക്കെ കേജസിലേക്ക് വീഴുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. 10,000 ഏക്കർ വരുന്ന എണ്ണപ്പനകളുടെ തോട്ടത്തിനിടയിലായിട്ടാണ് ഈ കമ്പനി വരുന്നത്. ഈ കമ്പനിയിലേക്ക് ആവശ്യമുള്ള പഴക്കുലകൾ നെറ്റ് സൈഡിലൂടെ താഴെയായിട്ട് ട്രിപ്പിൾ മിൽ എന്ന് പറയുന്ന ഒരു മെഷീൻ വരുന്നുണ്ട്. പനങ്കുരുക്കളെ പൊട്ടിച്ചെടുക്കുന്ന എം ടി ആയിട്ട് വരുന്ന കുലകൾ നേരെ പുറത്തുള്ള ലോറിയിലേക്കാണ് ലോഡ് ചെയ്യുന്നത്. ഇന്ന് F0 വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ അഞ്ചല്ല ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാം ഓയിൽ, ക്രൂഡ് പാം ഓയിൽ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഉള്ളത്. ക്രൂഡ് പാം ഓയിൽ മാത്രമല്ല, കർണൽ ഓയിലും ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഉള്ളത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡില് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനം നമ്മൾ കാണാൻ പോവുകയാണ്. വലിയൊരു കമ്പനിയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നേരെ കമ്പനിയിലേക്ക് നമുക്ക് പോവാം. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. 1970 കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എണ്ണപ്പന കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിൽ ഏരൂര്, കൊളുത്തുപുഴ, ചിതറ എന്ന് പറയുന്ന 3 എസ്റ്റേറ്റുകളിലായിട്ട് 10,000 ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ട് ഇന്ന് എണ്ണപ്പന കൃഷി നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണപ്പന കൃഷി, ഈ ഒരു കൃഷിയുടെ രൂപം എന്ന് പറയുന്നത്, നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞാലാണ് ഇതിൽ നിന്ന് കൊല നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്നത്. കൊലയിൽ നല്ല രീതിയിൽ പഴം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാലാണ് ഉണ്ടാവുന്നത്. 40 വർഷം വരെ നമുക്ക് ഒരു പനയിൽ നിന്ന് നമുക്ക് കൊല വെട്ടിയെടുക്കാൻ പറ്റും. അത്രയും വർഷം നല്ല രീതിയിൽ കൊലകൾ ഉണ്ടാവും, പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു കുല എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 20 മുതൽ 40 കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട്. ഒരു കുലയുടെ ഒരു വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ കാണുന്ന എസ്റ്റേറ്റുകളിൽ നിന്ന് മാത്രമായിട്ടല്ല ഈ കമ്പനിയിലേക്ക്, ഓയിൽ പാം ഇന്ത്യ കമ്പനിയിലേക്ക് പഴക്കുലകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ചെറുകിട കൃഷിക്കാരും ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ എണ്ണപ്പന കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പഴത്തിന്റെ രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയുടെ ഏകദേശം അതേ രൂപം തന്നെയാണ് ഇതിന്റെ പഴവും വരുന്നത്. അതായത് പുറം ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു ചകിരി പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു ഭാഗം ഈ ഒരു പഴത്തിന്റെ പുറം ഭാഗത്തും വരുന്നുണ്ട്. ഉള്ളിലേക്ക് ചെന്ന് ഒരു കുരു ഉണ്ടാവും. ആ കുരുയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പരിപ്പുണ്ടാവും. ഈ പുറം ഭാഗത്തുള്ള ചകിരി പോലത്തെ ഭാഗം പിഴിഞ്ഞെടുത്തിട്ടാണ് ശരിക്കും നമ്മൾ കാണുന്ന പാം ഓയിലിലേക്ക് ഇതിനെ മാറ്റുന്നത്, ക്രൂഡ് പാം ഓയിലേക്ക് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള ആ പരിപ്പിനെ പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും ഒരു എണ്ണ പുറത്തേക്ക് വരുന്നുണ്ട്, കേണൽ ഓയിൽ എന്ന് പറയും. ഈ 2 പ്രോസസ്സിങ്, അതായത് ക്രൂഡ് പാം ഓയിലും അതുപോലെ കേണൽ ഓയിലുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയിലേക്ക് വരുന്ന പഴക്കുലകളുടെ ലോഡ് ആദ്യം വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ലോഡ് ലോറികളെ ആദ്യം മാറ്റുന്നത് വേ ബ്രിഡ്ജിലേക്കാണ്. വേ ബ്രിഡ്ജിലേക്ക് മാറ്റി കൃത്യമായിട്ട് അത് വേ ചെയ്ത്, അതായത് തൂക്കി നോക്കി എത്രയാണോ അതിൻ്റെ വെയിറ്റ് അത് കൃത്യമായിട്ട് സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷമാണ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ലോഡ് അൺലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ അൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിനെ ഈ ഒരു പഴക്കുലകളെ മാറ്റുന്നത് ലോഡിംഗ് റാമ്പിലേക്കാണ്. ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേറൊരു ഡൗട്ട് വരാനുണ്ട്. കാരണം ഇതിൽ കല്ലും മണ്ണും പൊടിയൊക്കെ ഇല്ല, ഇതൊക്കെ എവിടുന്ന ക്ലീൻ ചെയ്യുന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും. ഇതിന്റെ ക്ലീനിങ്, ഇതിന്റെ കൃത്യമായിട്ടുള്ള ശുദ്ധീകരണം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉൾവശത്ത് നടക്കാനുണ്ട്. ഓരോ മെഷീനിലും വെച്ച് നടക്കാനുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഹൈഡ്രോളിക് ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പഴക്കുലകൾ ചെല്ലുന്ന കമ്പനിയുടെ ഉൾവശത്തേക്ക് ഇതിനെ കറക്റ്റ് ചെയ്യുന്ന കേജസ് വെച്ചിട്ടാണ്. ഈ കേജസ്, നിങ്ങൾ ഈ കാണുന്ന കേജസ് നമ്മുടെ ട്രെയിനിന്റെ ബോഗിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേ സിസ്റ്റം തന്നെയാണ് ഇത് വരുന്നത്. ഇതിന് റെയിലൊക്കെ ഉണ്ട്, റെയിൽ വഴിയാണ് ഈ കേജസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേജസിലേക്കാണ് ഈ ഒരു പഴക്കുലകളൊക്കെ കളക്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഹൈഡ്രോളിക് ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാഴ്ച നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാനും. നേരെ കേജസിലേക്ക് ഇത് നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ സ്റ്റെറിലൈസറിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഒരു കേജിൽ ഒരു സമയം 5 ടണ്ണ് വരെയാണ് ഇതിലേക്ക് പഴക്കുലകൾ നിറയ്ക്കാൻ പറ്റുന്നത്. ഇതേപോലത്തെ 5 കേജസ് വരുന്നുണ്ട്. 5നും കൂടിയിട്ട് 25 ടണ്ണാണ് ഒരു സ്റ്റെറിലൈസറിലേക്ക് വെച്ചിട്ട് ഇതിനെ പുഴുങ്ങിയെടുക്കുന്നത്. അങ്ങനെ 2 സ്റ്റെറിലൈസർ വരുന്നുണ്ട്. ഒരേ സമയം തന്നെ 50 ടണ്ണ് വരെ പഴക്കുലകൾ ഇതിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെറിലൈസറിലേക്ക് ഈ ഒരു കേജസിനെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റെറിലൈസറിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുക കേജസിന്. അങ്ങനെ കൊടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ബോയിലർ പുറത്ത് വരുന്നുണ്ട്, 2 ബോയിലർ വരുന്നുണ്ട്. ബോയിലറിന് ഈ ഒരു സ്റ്റെറിലൈസറിലേക്ക് നന്നായിട്ട് ഇതിന് സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റീം കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. പഴക്കുലകളെ ഒന്നിച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു 15 മിനിറ്റാണ് ഇതിലേക്ക് സ്റ്റീം കൊടുക്കുക. അതിനുശേഷം അത് തുറന്നു വിടും. അതിനുശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് സ്റ്റീം കൊടുക്കും. അതിനെ വീണ്ടും തുറന്നു വിടും. അതിനുശേഷം പിന്നെയും സ്റ്റീം കൊടുത്തിട്ട് 1.5 മണിക്കൂർ നന്നായിട്ട് ഇതിനെ പുഴുങ്ങിയെടുക്കും. എന്നാൽ മാത്രമേ ഇതിലുള്ള പഴങ്ങൾ നല്ല രീതിയിൽ പുഴുങ്ങിയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പുഴുങ്ങിയിട്ട് പുറത്തേക്ക് എടുക്കുന്ന പഴങ്ങൾ അടുത്ത ടിപ്ലറിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ടിപ്ലറിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ കേജസ് അടക്കമാണ് ടിപ്ലറിലേക്ക് ഇതിനെ മാറ്റുന്നത്. ഈ ടിപ്ലർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക്
ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ടിപ്ലർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കേജസിലുള്ള ഈ പഴക്കുലകൾ താഴേക്ക് വീഴാണ് ചെയ്യുന്നത്. താഴേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട് ബെഞ്ച് കൺവെയറിലേക്കാണ് ഇത് വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഈ പഴക്കുലകൾ ഈ കൺവെയർ പിന്നെ വലിച്ച് മുകളിലേക്കാണ് പിന്നെ ഇതിനെ കൊണ്ടുപോകുന്നത്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു പഴക്കുലകളെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം സ്ട്രിപ്പറിലേക്കാണ് ഇതിന് കൊടുക്കുന്നത്. സ്ട്രിപ്പറിലേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിനൊക്കെ ഈ കുലകളിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സ്ട്രിപ്പറിലേക്ക് കൊടുക്കുന്നത്. സ്ട്രിപ്പർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ട്രിപ്പറിലേക്ക് ഇത് വന്ന് വീണ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫ്രൂട്ടുകൾ വേറൊരു ഭാഗത്തേക്ക് പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എംറ്റി ആയിട്ടുള്ള കുലകൾ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. എംറ്റി ആയിട്ടുള്ള കുലകൾ എംറ്റി ബെഞ്ചസ് കൺവെയറിലേക്കാണ് കൊടുക്കുന്നത്. ഈ എംറ്റി ബെഞ്ചസ് കൺവെയറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ ഒരു കൺവെയർ പോകുന്നത് പുറത്തേക്കാണ്, കമ്പനിയുടെ പുറം ഭാഗത്തേക്കാണ് ഇത് പോകുന്നത്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോറി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഈ ലോറിയിലേക്ക് ഇതിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പലരും വന്നിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനമായിട്ടാണ് ഈ ഒരു കുലകൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പല കമ്പനികളും വന്നിട്ട് ഇതിങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഇവിടുന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രിപ്പറിൽ നിന്ന് പൊഴിഞ്ഞു വരുന്ന ഫ്രൂട്ട് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട് വരുന്ന ഫ്രൂട്ട് കൺവെയർ ഫസ്റ്റിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫ്രൂട്ട് കൺവെയർ ഫസ്റ്റ് നിന്ന് പിന്നെ ചെല്ലുന്നത് ഫ്രൂട്ട് കൺവെയർ സെക്കൻഡിലേക്ക്, എലിവേറ്റർ, ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ കൺവെയർ, പിന്നെ ഇത് ഡൈജസ്റ്ററിലേക്കാണ് കിടക്കുന്നത്. ഡൈജസ്റ്റർ എന്ന് പറയുന്ന ഒരു ജ്യൂസറായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ജ്യൂസറിലേക്ക് വെള്ളവും ആവശ്യത്തിന് സ്റ്റീമും കൊടുത്തിട്ട് ഈ ഒരു ഡൈജസ്റ്ററിൻ്റെ താഴെയായിട്ടൊരു ഷട്ടർ വരുന്നുണ്ട്. ഈ ഷട്ടർ തുറക്കുന്ന സമയത്ത് പിന്നെ ഈ പഴങ്ങളൊരു ജ്യൂസി ഫോമിലേക്കാണ് താഴേക്ക് വരുന്നത്. ജ്യൂസി ഫോമിലേക്ക് താഴേക്ക് വരുന്നത് സ്ക്രൂ പ്രസ്സിലേക്കാണ്. ഈ സ്ക്രൂ പ്രസ്സിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിന് ഞെക്കി പിഴിഞ്ഞെടുക്കുക, പ്രസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് സ്ക്രൂ പ്രസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു ദ്രാവക രൂപത്തിലായിരിക്കും. ദ്രാവക രൂപത്തിൽ നമ്മൾ ഓയിലായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഓയിലായിട്ട് മാറിക്കഴിഞ്ഞ് ഇത് താഴേക്ക് വരുന്ന ഓയിൽ ഗട്ടറിലേക്കാണ്. ഓയിൽ ഗട്ടറിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഓയിലും വെള്ളവും മണൽ, ഫൈബർ, സ്ലഡ്ജൊക്കെ വരും. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടാണ് ഈ ഒരു ഓയിൽ ഗട്ടറിലേക്ക് ഈ ഒരു ഓയിൽ വരുന്നത്. ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഫൈബർ, കുരുവൊക്കെ ഉണ്ടാവില്ല, ഞെക്കി പിഴിഞ്ഞെടുത്ത ബാക്കി വരുന്ന ഫൈബറും കുരുവൊക്കെ, ഇത് വരുന്നത് കേക്ക് ബ്രേക്ക് കൺവെയറിലേക്കാണ് ഇത് ചെല്ലുന്നത്. ഈ പ്രസ് ചെയ്തെടുക്കുന്ന ദ്രാവകത്തിൽ ഒത്തിരി മാലിന്യം ഉണ്ടാകും. ഇതിലുള്ള വെള്ളം, മണൽ, ഫൈബർ, സ്ലഡ്ജ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ റൂം എന്ന് പറയുന്ന സെഷനിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഗ്രാവിറ്റി സെപ്പറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പാം ഓയിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.9 കുറവാണ് വരുന്നത്. അതായത് ഈ ഒരു ദ്രാവകം വെച്ച് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഓയിൽ, അതിൻ്റെ താഴെയായിട്ട് വെള്ളം, പിന്നെ സ്ലഡ്ജ്, പിന്നെ സാൻഡ്, ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇവിടുന്ന് സാൻഡ് ട്രാപ്പ് ടാങ്കിലേക്കാണ് ഇതിന് മാറ്റുന്നത്. സാൻഡ് ട്രാപ്പ് ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ട്, ഈ ഒരു ടാങ്കിൻ്റെ താഴെയായിട്ട് ഡ്രെയിൻ വാൾവ് എന്ന് പറയുന്ന ഒരു വാൾവ് വരുന്നുണ്ട്. ഈ ഡ്രെയിൻ വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിൽക്കുന്ന സാൻഡ്, മണലുണ്ടല്ലോ, ആ മണലൊക്കെ പുറത്തേക്ക് പോകും. പിന്നെ ഇവിടുന്ന് വൈബ്രേറ്റിംഗ്, ഈ ഒരു സാൻഡ് ട്രാപ്പ് ടാങ്കിലേക്ക് ഈ ഒരു ദ്രാവകം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈബ്രേറ്റിംഗ് സ്ക്രീനിലേക്കാണ് വരുന്നത്. വൈബ്രേറ്റിംഗ് സ്ക്രീനിലേക്ക് ഇത് ഇവിടെ ഒരു അരിപ്പയാണ് വരുന്നത്. ഇവിടുന്ന് അരിച്ചെടുക്കുന്നത് ഇതിൻ്റെ ബാക്കി വരുന്നത് ഇതിൽ ഈ ദ്രാവകത്തിൽ അടങ്ങിയിട്ടുള്ള ഫൈബറിനെയാണ്. ഈ ഫൈബറിനെ ഈ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഫൈബർ നീക്കം ചെയ്ത ദ്രാവകം ക്രൂഡ് ഓയിൽ ടാങ്കിലേക്കാണ് ഇവിടുന്ന് പിന്നെ മാറ്റുന്നത്. ഇവിടുന്ന് പമ്പ് മുഖേന കണ്ടിന്യൂസ് സെറ്റിലിംഗ് ടാങ്കിലേക്ക് മാറ്റും. ഈ കണ്ടിന്യൂസ് സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത് വലിയൊരു ടാങ്കാണ് വരുന്നത്. എണ്ണ എപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാൽ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടിന്യൂസ് സെറ്റിലിംഗ് ടാങ്കിന് മുകളിലാണ് എണ്ണ നിൽക്കുന്നത്. ഈ എണ്ണയെ സ്കിമ്മർ ഉപയോഗിച്ചിട്ട് പ്യൂർ ഓയിൽ ടാങ്കിലേക്ക് മാറ്റും. ഇതിന് താഴെയായിട്ട് ഉണ്ടാവുന്ന സ്ലഡ്ജ് ഉണ്ടാവുമല്ലോ, ഈ സ്ലഡ്ജിനെ കാപ്പിലറി ട്യൂബ് വഴി സ്ലഡ്ജ് ടാങ്കിലേക്കാണ് ഇവിടുന്ന് മാറ്റുന്നത്. പ്യൂർ ഓയിൽ ടാങ്കിലേക്ക് എത്തുന്ന എണ്ണയിൽ കുറച്ചുകൂടി മാലിന്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ വെള്ളത്തിന്റെ അംശവും ഇതിൽ വരുന്നുണ്ട്. ഇത് രണ്ടും പൂർണ്ണമായിട്ടും, മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഇല്ലാതാക്കണം. ഓയിൽ മാത്രമായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഈ എണ്ണയെ ഓയിൽ പ്യൂരിഫയർ എന്ന സെൻട്രിഫ്യൂജ് സെപ്പറേറ്റർ കൂടി കടത്തിവിടുന്ന സമയത്ത് ഇതിലുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അതിനുശേഷം വാക്വം ഡ്രയർ കൂടി കടത്തിവിടുന്ന സമയത്ത് വെള്ളത്തിന്റെ അംശവും പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഈ ഒരു എണ്ണയെ പിന്നെ ഇവിടുന്ന് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോറേജ് ടാങ്കിലേക്കാണ് മാറ്റുന്നത്. വലിയ സ്റ്റോറേജ് ടാങ്ക് തന്നെയാണ് ഇവിടെ ഈ ഒരു കമ്പനിയിൽ വരുന്നത്. ഈ ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്ന ഈ ഒരു എണ്ണയുടെ കളർ എന്ന് പറയുന്നത് ഒരു ചുവന്ന കളറാണ്. ഈ ഒരു ചുവപ്പ് കളറുള്ള ഈ ഒരു എണ്ണയെ ക്രൂഡ് പാം ഓയിൽ എന്നാണ് പറയുന്നത്. ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ ഒക്കെയുള്ള ഈ എണ്ണ ഫ്രീ ഫാറ്റി ആസിഡ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലായിട്ട് അല്ലെങ്കിൽ ഒരു എണ്ണയായിട്ട് ഇത് മാറുന്നില്ല. ഇതൊരു എഡിബിൾ ഓയിൽ അല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഇതിനൊരു എഡിബിൾ ഓയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ കമ്പനിയിൽ നിന്ന് വിൽക്കുന്ന ഈ ഒരു എണ്ണ റിഫൈനറി ഉള്ള കമ്പനികൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കമ്പനികൾ വാങ്ങിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഒരു എഡിബിൾ ഓയിലായിട്ട് മാറും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഡിബിൾ ഓയിലായിട്ടാണ് ഇത് പിന്നെ ഇത് മാറുന്നത്. ഇങ്ങനെ റിഫൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് വനസ്പതി, ഡാൽഡ, നെയ്യ്, പാം ഓയിൽ എന്നിവയൊക്കെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മെഡിസിൻ യൂസിന് ആവശ്യമുള്ള ബീറ്റ കരോട്ടീൻ, അതേപോലെ തന്നെ വൈറ്റമിൻ എ,
വൈറ്റമിൻ എന്നിവയും ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് കേക്ക് ബ്രേക്ക് കൺവെയർ 1ലേക്ക് വന്നത്, അതായത് CBC 1ലേക്ക് വന്നിട്ടുള്ള ഫൈബർ, കുരു, കല്ല് ഇതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നു, ഇത് എങ്ങനെയാണ് ഇതിനൊക്കെ വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയാണ്. CBC 1ലേക്ക് വന്നുള്ള ഈ 3 കാര്യങ്ങൾ CBC 2ലേക്കാണ് പിന്നെ ചെല്ലുന്നത്. CBC 2 തുടർന്ന് ഫൈബർ സൈക്ലോൺ വഴിയാണ് ഇത് പിന്നെ സഞ്ചരിക്കുന്നത്. ഫൈബർ സൈക്ലോൺ എന്ന് പറയുന്നത് വലിയ ഒരു എക്സോസ്റ്റ് ഫാനാണ്. ഈ ഒരു ഫാൻ നല്ല രീതിയിൽ കാറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കനം കുറഞ്ഞിട്ടുള്ള ഫൈബറുകൾ ഇവിടുന്ന് പറന്ന് പൊങ്ങിയിട്ട് ഇത് ഫ്യൂൽ കൺവെയർ വഴി ബോയിലർ ഫർണസിലേക്കാണ് ചെല്ലുന്നത്. ഈ കമ്പനിയിലേക്ക് ആവശ്യമുള്ള ബോയിലർ കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൈബർ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ട് വരുന്ന ഫൈബറൊക്കെ ഇവിടുന്ന് മാറ്റാനുള്ള സിസ്റ്റം ഇവിടെ തന്നെ വരുന്നുണ്ട്. ബാക്കി വരുന്ന കല്ലുകൾ അതേപോലെ തന്നെ ഈ ഒരു കുരു ഇതൊക്കെ വന്ന് വീഴുന്നത് പോളിഷിംഗ് ഡ്രമ്മിലേക്കാണ്. പോളിഷിംഗ് ഡ്രമ്മിലുള്ള ചെറിയ ഹോളുകൾ വഴി ഇതിലേക്ക് വന്ന് വീഴുന്ന ചെറിയ ചെറിയ കല്ലുകളൊക്കെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നെറ്റുകളുടെ വലിപ്പമുള്ള കല്ലുകൾ ഉണ്ടാവും. ആ കല്ലുകൾ പോളിഷിംഗ് ഡ്രമ്മിലെ വലിയ ഹോളിൽ കൂടി നെറ്റുകളോടൊപ്പം ഡീസ്റ്റോണർ സൈക്ലോണിലേക്കാണ് ചെല്ലുന്നത്. പോളിഷിംഗ് ഡ്രമ്മിൽ തന്നെ വരുന്ന കുറച്ചുകൂടി വലിയ കല്ലുകൾ അതേപോലെ തന്നെ കരവസ്തുക്കൾ, തടി കഷ്ണങ്ങൾ, ഇരുമ്പ് കഷ്ണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന്റെ ഓപ്പൺ എൻഡ് ഫേസിലൂടെ കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നെറ്റുകൾക്കൊപ്പം ഡീസ്റ്റോണറിലേക്ക് പോകുന്ന കല്ലുകൾ സൈക്ലോൺ എഫക്റ്റ് മൂലം ഡീസ്റ്റോണറിൽ വെച്ച് തന്നെ താഴേക്ക് അത് വീഴുകയാണ് ചെയ്യുന്നത്. നെറ്റ് അതായത് നമ്മുടെ കുരുക്കൾ ഉണ്ടല്ലോ, കുരുക്കൾ പറന്നു പൊങ്ങിയിട്ട് ആങ്കർ കൺവെയർ വഴി ഗ്രേഡിംഗ് ഡ്രമ്മിലേക്കാണ് എത്തുന്നത്. ഗ്രേഡിംഗ് ഡ്രമ്മിലേക്ക് എത്തുന്ന പനംകുരുക്കൾ, നമ്മളെ കുരുക്കൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് 3 ഗ്രേഡുകളായിട്ട് മാറ്റാണ് ചെയ്യുന്നത്. വലിപ്പം കുറവുള്ള കുരുക്കൾ ഒന്നാമത്തെ നെറ്റ് സൈലോയിലും അതേപോലെ മീഡിയം കുരുക്കൾ രണ്ടാമത്തെ നെറ്റ് സൈലോയിലേക്കും, കുറച്ചുകൂടി വലിപ്പമുള്ള കുരുക്കളാണെങ്കിൽ അത് 3ാമത്തെ നെറ്റ് സൈലോയിലേക്കാണ് ചെല്ലുന്നത്. നെറ്റ് സൈലോയുടെ താഴെയായിട്ട് ട്രിപ്പിൾ മിൽ എന്ന് പറയുന്നൊരു മെഷീൻ വരുന്നുണ്ട്. പനംകുരുക്കളെ പൊട്ടിച്ചെടുക്കുന്ന മെഷീനാണ് ഇത് വരുന്നത്. പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഷെല്ല് അഥവാ ചിരട്ടയും പാം കർണൽ അഥവാ പരിപ്പുമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പൊട്ടി ഈ ഭാഗങ്ങളൊക്കെ കൺവെയർ ക്രാക്ക്ഡ് മിക്സർ എലിവേറ്റർ വഴി ഫസ്റ്റ് വിന്നോയിങ് സൈക്ലോണിൽ തുടർന്ന് സെക്കൻഡ് വിന്നോയിങ് സൈക്ലോണിൽ ഇത് എത്തുന്നത്. ഈ വിന്നോയിങ് സൈക്ലോൺ എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഫാൻ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഇത് ആദ്യത്തെ വിന്നോയിങ് സൈക്ലോൺ വഴി പോകുന്ന സമയത്ത് ഈ ചിരട്ടകളൊക്കെ പോകുന്ന സമയത്ത് ആ ഭാരം കുറഞ്ഞ ചിരട്ടകളൊക്കെ പറന്നു പൊങ്ങുക. അതേപോലെ സെക്കൻഡ് വിന്നോയിങ് സൈക്ലോൺ വഴി പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഭാരം കൂടിയ ചിരട്ടകൾ പറന്നു പൊങ്ങിയിട്ട് ബോയിലറിന്റെ സമീപത്തുള്ള ഷെൽ ബങ്കറിലേക്കാണ് ഇത് എത്തുന്നത്. ഷെൽ ബങ്കറിലേക്ക് എത്തിയിട്ട് ബോയിലറിലേക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഷെൽ ബങ്കറിന് ഈ ഒരു ചിരട്ടകളൊക്കെ ഇതിന് കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വിന്നോയിങ് സൈക്ലോൺ വഴി എത്തുന്ന പാം കർണൽ ഒരു ബ്ലോവർ ഫാൻ്റെ സഹായത്തോടുകൂടി കർണൽ സൈലോയിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ വെച്ച് ചൂട് എയർ കൊടുത്ത് ഇതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. ഉണങ്ങിയ പരിപ്പിന് എയർകോൺ എന്ന ബ്ലോവർ ഫാൻ ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള കർണൽ ഓയിൽ ഫാക്ടറിയിലെ സൈലോയിലേക്കാണ് ഇത് മാറ്റുന്നത്. സൈലോയിലൂടെ താഴെയായിട്ട് കർണൽ എക്സ്പെല്ലർ വരുന്നുണ്ട്. സാധാരണ നമ്മുടെ തേങ്ങ കൊപ്പരൊക്കെ ആട്ടിയെടുക്കുന്നില്ല, എണ്ണ ആട്ടിയെടുക്കുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഈ പരിപ്പ് ഇങ്ങനെ ആട്ടിയെടുക്കുന്ന സമയത്ത് കർണൽ ഓയിലും പിണ്ണാക്കുമാണ് ഇതിന് ലഭിക്കുന്നത്. കർണൽ ഓയിൽ ഏകദേശം നമ്മുടെ വെളിച്ചെണ്ണയുടെ നിറവും മണവും ഒക്കെ തന്നെയാണ് ഇതിന് വരുന്നത്. പിണ്ണാക്കിനെ കൺവെയർ എലിവേറ്റർ വഴി കടത്തി വിട്ടിട്ട് കേക്ക് സൈലോയിലേക്ക് എത്തിക്കും. കേക്ക് സൈലോയുടെ താഴെയായിട്ട് സെക്കൻഡ് സ്റ്റേജ് എക്സ്പ്ലോറർ ഉണ്ട്. പിണ്ണാക്കിൽ ഉള്ള എണ്ണ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എക്സ്പെല്ലറിൽ വരുന്ന എണ്ണ അണ്ടർഗ്രൗണ്ട് ടാങ്കിലും അവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് വെർട്ടിക്കൽ ടാങ്കിലേക്കാണ് മാറ്റുന്നത്. എണ്ണയിലുള്ള പിണ്ണാക്കിന്റെ അംശവും മറ്റും അടിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ടാങ്കിന്റെ താഴെ അടിയുന്ന മറ്റ് ഡ്രെയിൻ വാൾ വഴി പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ടാങ്കിലുള്ള എണ്ണ സ്ക്വയർ ടാങ്കിലേക്കും ഒരു പമ്പ് ഉപയോഗിച്ച് ഓയിൽ ഫിൽറ്ററിലേക്കും വിടുകയാണ് ചെയ്യുക. ഫിൽറ്റർ ചെയ്ത് റൗണ്ട് ടാങ്കിൽ വീഴുന്ന എണ്ണ പമ്പ് ചെയ്തിട്ട് സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. റിഫൈൻ ചെയ്തെടുത്താൽ ഈ ഒരു ഓയിൽ സോപ്പുകളും ഫേസ് ക്രീം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ എക്സ്പെല്ലറിൽ നിന്ന് ലഭിക്കുന്ന പിണ്ണാക്ക് കാലിത്തീറ്റയായിട്ടും വളമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നോക്കി എന്തുമാത്രം കാര്യങ്ങളാണ് ഈ ഒരു ക്രൂഡ് പാം ഓയിൽ ചെയ്യാനും അതേപോലെ കർണൽ ഓയിലും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം, അത് വലിയൊരു സിസ്റ്റം തന്നെയാണ് വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു പാം ഓയിൽ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പം ക്രൂഡ് പാം ഓയിലാണ് ചെയ്തതെന്ന് കണ്ടിട്ടുള്ളത്. ഇനി മറ്റുള്ള അതായത് നമ്മൾ ഈ ഒരു റിഫൈൻ ചെയ്തെടുക്കുന്ന സിസ്റ്റം മുന്നോട്ടേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓയിൽ പാം ഇന്ത്യ കമ്പനിയിൽ ചെയ്തെടുക്കുന്ന ക്രൂഡ് പാം ഓയിൽ ആണെങ്കിലും ഈ കമ്പനിക്ക് തന്നെ ഓയിൽ പാം ഇന്ത്യ കമ്പനിക്ക് തന്നെ റിഫൈൻഡ് പാം ഓയിലും നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് പാം ഓയിലും ഇന്ന് കമ്പനിക്ക് ഉണ്ട്. അത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് വേസ്റ്റ് ആയി പോകുന്ന ഫൈബറും അതുപോലെ കുരു പൊട്ടിച്ച കിട്ടുന്ന തോടും അത് കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇവിടത്തേക്ക് ആവശ്യമുള്ള കറണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ലല്ലേ. അതേപോലെ ഇവിടുന്ന് വേസ്റ്റ് ആയി പോകുന്ന വെള്ളം ഉണ്ടല്ലോ, പുറത്തേക്ക് കളയുന്ന വെള്ളം, അത് 8ഓളം പോണ്ടുകൾ വെച്ചിട്ട് കുളങ്ങൾ വെച്ചിട്ട് പല രീതിയിലുള്ള ഫിൽട്രേഷൻ നടത്തിയിട്ട് ആ ഒരു വെള്ളം ലാസ്റ്റ് വരുന്ന ആ ഒരു വെള്ളം ഇവിടെ തന്നെ ഉള്ള എസ്റ്റേറ്റിലേക്കുള്ള പനകൾക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കമ്പനി ആണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെ നമുക്ക് ഈ ഒരു കമ്പനി ഓയിൽ പാം ഇന്ത്യ കമ്പനി നമുക്ക് പറയേണ്ടി വരും. ഇനി നമുക്ക് കമ്പനിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ സീനിയർ മാനേജർ
മാനേജറായിട്ടുള്ള ബിബിൻ സാറിന്റെ വാക്കുകളിലേക്ക്. ഓയിൽ പാം ഇന്ത്യ 1977 തുടങ്ങിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കൂടെയായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. എണ്ണപ്പന കൃഷി ഇന്ത്യയിൽ വ്യാപിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം 1977 സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഏരൂർ, ചിതറ, കൊളത്തുപുഴ എന്നീ സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 10,000 ഏക്കറോളം സ്ഥലത്താണ് ഈ കൃഷി ഇപ്പോൾ നടന്നു വരുന്നത്. ഈ തോട്ടത്തിൽ നിന്ന് എണ്ണപ്പന പഴം നമ്മൾ വെട്ടിയെടുക്കും. ആ പഴം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഏരൂര് തന്നെ ഒരു ഫാക്ടറിയും ഓയിൽ പാമിനുണ്ട്. ഏകദേശം 20 മെട്രിക് ടൺ, അതായത് 20,000 കിലോ ഈ എണ്ണപ്പന പഴം പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫാക്ടറിയാണത്. ഈ ഫാക്ടറിയിൽ നിന്നാണ് എണ്ണപ്പന പഴം പ്രോസസ്സ് ചെയ്ത് ക്രൂഡ് പാം ഓയിലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ക്രൂഡ് പാം ഓയിലാണ് നമ്മൾ വിപണിയിൽ വിൽക്കുന്നത്. ആ ക്രൂഡ് പാം ഓയിൽ റിഫൈൻ ചെയ്തിട്ടുള്ള എഡിബിൾ ഓയിലാക്കി മാറ്റിയിട്ടാണ് മറ്റ് കമ്പനികൾ വിപണിയിൽ ഇറക്കുന്നത്. 2011 കമ്പനിയുടെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് വെച്ചൂർ എന്ന സ്ഥലത്ത് ഒരു റൈസ് മിൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഈ റൈസ് മില്ലിൽ നിന്ന് 2 ബ്രാൻഡിലുള്ള അരികൾ, അതായത് കുട്ടനാട് അരിയും വെച്ചൂർ അരിയും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. വളരെ ഗുണമേന്മയുള്ള കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കുന്ന നെല്ലിൽ നിന്ന് പ്രോസസ് ചെയ്ത് കുത്തിയെടുക്കുന്ന അരിയാണ് നമ്മുടെ കുട്ടനാടും വെച്ചൂരും. ഇപ്പൊ ഈ അരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അരിയാണ്. ഒട്ടും കലർപ്പില്ലാത്തതും മായമില്ലാത്തതുമായിട്ടുള്ള അരിയാണ്. ഇത് സർക്കാരിന്റെ ഉൽപ്പന്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ക്വാളിറ്റിയും ഗുണമേന്മയും ഉറപ്പാക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കുന്നത്. നിലവിൽ കൂടുതലും തെക്കൻ കേരളത്തിലാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും ഈ പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള, അതിനുവേണ്ടി ഡീലേഴ്സിനെ ആഡ് ചെയ്യാനുള്ള നടപടികൾ നടന്നു വരികയാണ്. ഇത് കൂടാതെ ഓയിൽ പാമിന്റെ റീറ്റെയിൽ മാർക്കറ്റിംഗ് പ്രൊഡക്ട്സ് ആയ പാം ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പനയുടെ ഈർക്കിലി കൊണ്ടുണ്ടാകുന്ന ചൂല് തുടങ്ങിയവയും വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ പാം കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു സ്ഥാപനമായതിനാൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്താണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നു വരുന്നത്. ഓയിൽ പാമിന് റൈസ് മില്ലും എസ്റ്റേറ്റും പാം ഓയിൽ മില്ലും കൂടാതെ ഈ എണ്ണപ്പന കൃഷിയുടെ സീഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സീഡ് ഗാർഡൻ തൊടുപുഴയിലുണ്ട്. ഈ സീഡ് ഗാർഡനിൽ നിന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ സീഡ് ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. ഈ സീഡ് ഉപയോഗിച്ചാണ് മറ്റുള്ള സ്ഥലങ്ങളിലും എണ്ണപ്പന കൃഷി ആരംഭിക്കുന്നത്. ഇതുകൂടാതെ കൊളത്തുപുഴ എസ്റ്റേറ്റിനോട് ചേർന്ന് ഓയിൽ പാമിന് ഒരു നഴ്സറിയുമുണ്ട്. ഈ നഴ്സറിയിൽ എണ്ണപ്പന സീഡും അതിന്റെ തൈകളും ലഭ്യമാണ്. ഇതുകൂടാതെ ഓയിൽ പാം കൃഷി കേരളത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ തന്നെ പദ്ധതിയായിട്ടുള്ള നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷന്റെ ഭാഗമായി മറ്റ് കർഷകരെയും ഓയിൽ പാം കൃഷി ചെയ്യുന്നതിനായി രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് പല പദ്ധതിയും നിലവിലുണ്ട്. ആ പദ്ധതി വഴി കർഷകന് വേണ്ട സബ്സിഡിയും മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും ഓയിൽ പാം ചെയ്തു വരുന്നതാണ്. ഇത്രയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഉള്ള വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വലിയൊരു കമ്പനിയാണ്. അതിൻ്റെ ഓരോ പ്രവർത്തന രീതികൾ നിങ്ങൾ കണ്ടല്ലോ. എത്ര മൈന്യൂട്ടായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ആ ഒരു പ്യൂരിഫിക്കേഷൻ പോലും വളരെ ശ്രദ്ധിച്ചു ചെയ്തിട്ടാണ് ഒരു ക്രൂഡ് പാം ഓയിലായിട്ട് എടുത്തിട്ട് മറ്റുള്ള കമ്പനികളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് റിഫൈൻ ചെയ്തിട്ടാണ് നമ്മളെ മുന്നിലേക്ക് ഈ ഒരു പാം ഓയിലായിട്ട് നമ്മളെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും ഇത് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചതിലും വലിയൊരു സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.